നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് 4 മാർക്കിനൊക്കെ ചോദിച്ചു കാണിട്ടുള്ള ഒരു പ്രൂഫും അതുപോലെ അതിൻ്റെ ഡെറിവേഷനൊക്കെ ഉള്ള ഭാഗമാണ് ബെർണൗളിസ് പ്രിൻസിപ്പിൾ. എന്താ പറയുന്നത്? ദ സം ഓഫ് പ്രഷർ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഫ്ലൂയിഡ് ഇൻ സ്റ്റഡി ഫ്ലോ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഒരു സ്റ്റഡി ഫ്ലോയിലുള്ള ലിക്വിഡിൻ്റെ പ്രഷർ, കൈനറ്റിക് എനർജി അതുപോലെ പൊട്ടൻഷ്യൽ എനർജി ഇതിൻ്റെയൊക്കെ സം എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻറ്റ് ആയിരിക്കും. അതായത് പി പ്ലസ് കൈനറ്റിക് എനർജി നമ്മൾ ഹാഫ് റോ വി സ്ക്വയർ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അതുപോലെ പൊട്ടൻഷ്യൽ എനർജീനെ റോ ജി എച്ച് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ബൈ ഡെഫിനിഷൻ ഇതിൻ്റെ സം എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻറ്റ് ആയിരിക്കും. ഇതാണ് എന്ത് പറയുന്നത്? ബെർണൗളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുള്ളത് ഇതിൻ്റെ പ്രൂഫാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. അതായത് ഇവിടെ ഫിഗറിൽ കാണാം. ഇവിടെ ഫിഗറിൽ നമുക്ക് ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിലുള്ള ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്നൊക്കെ പറയാം. സ്ട്രീം ലൈൻ ഫ്ലോയിൽ ഉള്ള ഒരു ഫ്ലൂയിഡിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് ഏത് ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത്? ഒന്ന് H1 അതുപോലെ 2 H2. അതായത് ഈ പൈപ്പിൻ്റെ 2 എൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ചെറിയ എൻഡിനെ നമ്മൾ A1 എന്ന് വിളിച്ചു. അതായത് അവിടുത്തെ ഏരിയയാണ് A1. അവിടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് V1. അവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് P2. അതുപോലെ വലിയ ഏരിയയിലുള്ള വലിയ എൻഡിലുള്ള ഏരിയ A2, അവിടുത്തെ പ്രഷർ P2, അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് V2, അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് H2. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ A1 നിന്നും A2ലേക്ക് ഫ്ലൂയിഡ് എത്തിക്കാൻ വേണ്ട വർക്ക് ആണ് നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു? W P1 - P2V എന്ന് റെപ്രസെൻ്റ് ചെയ്തു. W P1 - P2V എന്ന് റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ നമുക്കറിയാം കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ ½ mv² ആണ്. ½ mv² ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജീനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഡെൽറ്റ K ½ m അതുപോലെ ½ m ഇൻറ്റു V2². അതായത് ഈ വലിയ ഭാഗത്തുള്ള വെലോസിറ്റി മൈനസ് ചെറിയ ഭാഗത്തുള്ള വെലോസിറ്റിൻ്റെ സ്ക്വയർ. അപ്പോൾ ½ mv2² - v1² എന്ന് കിട്ടി. അതുപോലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജീൻ്റെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? mgH2 - h1. അതായത് വലിയ ഭാഗത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജി മൈനസ് ചെറിയ ഭാഗത്തുള്ള പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഡെൽറ്റ P mgH2 - h1 എന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവരെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ W ഡെൽറ്റ KE പ്ലസ് ഡെൽറ്റ PE. ഇനിയൊന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കാര്യങ്ങൾ. അതായത് ഈ ഇക്വേഷനിൽ നേരത്തെ നമ്മൾ എഴുതിയില്ലേ? ഫസ്റ്റ് W എന്താണെന്ന് എഴുതി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്താണെന്ന് എഴുതി, അതുപോലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് എഴുതി. അതൊക്കെ ഇനി ഈ ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ വരും? P1 - P2V is equal to ½ m V2² - V1² plus mg H2 - h1 എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഓരോ ടേമിനെയും, ഈ ഇക്വേഷനിലെ ഓരോ ടേമിനെയും ഡെൽറ്റ V വെച്ച് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ഈച്ച് ടേം വിത്ത് V വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് വരും? P1
P1 മൈനസ് P2 ആവും. കാരണം ഈ വി എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് പോയി. ഹാഫ് എം ഈ ടേമിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എം ബൈ വി മാസ് പെർ വോളിയം, അതായത് അതിന് നമ്മൾ എന്ത് വിളിച്ചു, ഡെൻസിറ്റി എന്ന് വിളിച്ചു. ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ, V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് ഈ മൂന്നാമത്തെ ടേമിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ വെച്ച് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോ ജി H2 മൈനസ് H1 എന്നാകും. ഇവിടെ ഈ റോ വരാൻ കാരണം ഈ രണ്ടാമത്തെ ടേമിലും മൂന്നാമത്തെ ടേമിലും നോക്കുക. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം നോക്കുക. അപ്പോൾ അവിടെ റോ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് എന്താണ്, ഡെൻസിറ്റിയാണ്. അതാണ് റോ എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഓരോ ടേമിലും, ഈ ഇക്വേഷൻ്റെ ഓരോ ടേമിലും ഇവിടെ ഇങ്ങനെ റോ വരാൻ കാരണം. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ വി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. അതാണ് ഇവിടെ റോ വരാൻ കാരണം. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് റോ ജി H2 മൈനസ് H1 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാം. അതെങ്ങനെ എഴുതാം, P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ബെർണൗളിസ് തിയറത്തിൻ്റെ പ്രൂഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിനൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ബെർണൗളിസ് പ്രിൻസിപ്പിളും അതുപോലെ അതിൻ്റെ പ്രൂഫും.